ഹേയ്സിൻ പുതിയ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മാസ് ബോയ് ഗെയിമിംഗ്. അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ചെയ്യല്ലേ ഗൈസ്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ടൂർ പോയായിരുന്നു. ഒറ്റയ്ക്കുണ്ടല്ലോ എൻ്റെ മറ്റേ ഫ്രണ്ടിനെയും കൂടെ കൊണ്ടുപോകാം. മീൻസ് എൻ്റെ ശരിക്കും ഫ്രണ്ടെന്ന് ചോദിച്ചാൽ ഫ്രണ്ടല്ല, ശരിക്കും എൻ്റെ കസിനാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു, കസിനാണ്. ഓക്കെ, മാത്രമല്ല ഇവിടെ എന്തോ പരേഡൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പരേഡിന് പോയിട്ട് ഞാൻ ടൂറെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ മറ്റേ വില്ലേജിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് അവിടെ പോയാൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ അടിക്കാം. ഇന്ന് വേണമെങ്കിൽ കസിൻ്റെ വീട്ടിൽ പോവാം. കസിൻ്റെ പാരൻസും ദൂരെയാണ്, പക്ഷെ എൻ്റെ ഒന്നും ഒരു ചേഞ്ച് ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ പോവാം. അതൊന്നും ആലോചിക്കില്ല, കാണിച്ചിട്ടില്ലല്ലോ. അടുത്ത ദിവസം എൻ്റെ വീട്ടിലേക്കും പോകാം. അപ്പോൾ ഫസ്റ്റ് അവനെയും കൂടി പരേഡിന് പോകണം. അപ്പം ഞാൻ എന്തായാലും ട്രിപ്പായതുകൊണ്ട് സ്കോർപ്പിയോ ആണ് എടുക്കുന്നത്. എൻ്റെ മറ്റു വണ്ടിയൊക്കെ കൂടെ കിടപ്പുണ്ട്. റൂസൊക്കെ ബാക്കി എടുത്ത് ബ്ലാക്ക് റൂസിൻ്റെ കളറ് മാറ്റാൻ ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ആക്കിയല്ലേ ഗൈസ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം ബ്ലാക്ക് അല്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. പുതിയ ടാറ്റ സിയാരയും കൂടെ എടുക്കാനുള്ള പ്ലാനുണ്ട്. ഇപ്പം തന്നെ എനിക്ക് 1, 2, 3, 4 വണ്ടിയായി ഗൈസ്. അതും കൂടെ എടുത്ത് 5 വണ്ടിയായിരിക്കും. 5 വണ്ടി വീടൊന്ന് മാറിയാലൊന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം വണ്ടിയൊക്കെ എടുക്കുമ്പോൾ അയ്യോ ഇടിച്ചാ സ്ഥലമില്ല പോവാൻ. ഓക്കെ, എടുത്തോ ഓക്കെ. ഫസ്റ്റ് കസിനെയും കൂട്ടി പരേഡിങ്. കസിനാകെ 2 വണ്ടിയേ ഉള്ളൂ എനിക്ക്. ഇത്രയും വണ്ടിയൊക്കെ, പക്ഷെ അതിൽ ഒരെണ്ണം എൻ്റെ വണ്ടിയാണ്. ഞാൻ അവന് കൊടുത്തതാണ്. കാരണം ഫോർച്യൂണറിൻ്റെ കംപ്ലൈൻറ്റ് ഇട്ടേ. പിന്നെ അതിന് പകരം ആ ഫോർച്യൂണർ വിറ്റിട്ടാ ശരിക്കും ഞാൻ എൻ്റെ ഇന്നോവ എടുത്തത്. അവൻ്റെ മിസ് ഇപ്പൊ തന്നെ എൻ്റെ ഉറൂസ് വരുന്നതൊക്കെ ഉള്ളു. അപ്പോഴത്തേക്കും സ്കോർപ്പിയോ ആക്സിഡന്റ്. ഓക്കെ വണ്ടി കൂടെ. സോ എൻ്റെ കസിൻ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പാതായിപ്പോയി. ഓട്ടോമാറ്റിക് ഇതെൻ്റെ ഡിഫൻഡർ നേരെ കിടക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ഉണ്ടല്ലേ, ഇതായത് ഇത് ശരിക്കും എൻ്റെ ഡിഫറെൻറ്റ് പ്രൈസ്. ഞാൻ അവനെ കൊടുത്തതാണ്. ഈ ഫ്രണ്ട് എനിക്ക് ഫ്രണ്ടേ വന്നുള്ളൂ. കസിനെ വിളിക്കാം ഗൈസ്, കസിനെ വിളിക്കാം. ഫ്രാങ്കിനെ നീ എന്തോ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇൻഡിപെൻഡൻസ് ഡേക്കല്ലേ, അപ്പോൾ നമുക്കൊരു ടൂറൊക്കെ പോയാലോ? ടൂറൊന്നും ആകാൻ പറ്റില്ല. നമുക്ക് വില്ലേജിലേക്ക് പോയാലോ? താമസിച്ചതൊക്കെ കുറേ നാളായല്ലേ. ശരിയാ, വില്ലേജ് നമുക്ക് പോവാം. അത് ശരിയാണ്. അതിന് ഇൻഡിപെൻഡൻസ് ഇവിടെ എന്തോ പഴയതുണ്ടാകും കേട്ടോ. അതും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പോയാലോ. പിന്നെന്താ, ഇന്ന് നമുക്ക് ആസ്വദിക്കാം. അതെ, ആസ്വദിക്കാം. ഓക്കെ, അപ്പം നീ വണ്ടി കയറിക്കുക.